4 കേസുകൾ പഠിച്ചതിൽ അത് തുകഫയായാലും ശരി, മിനാജായാലും ശരി, എന്ത് ഗ്രന്ഥങ്ങളായാലും ശരി, അത് സമഗ്രമായി പഠിച്ച് അത് ചർവണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്ന് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ മാത്രമേ അദ്ദേഹം പിന്നെ സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വയ്ക്കുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ, അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ പോലത്തെ ഒരാൾക്ക് ഒരു 100 കണക്കിന് ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടെങ്കിലും മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് കടന്നുപോയ ഒരാളാണ്. അത് അദ്ദേഹത്തുമായിട്ടുള്ള പരിചയത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പാഠവും കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും പ്രസൻസ് ഓഫ് മൈൻഡ്, പെട്ടെന്ന് അതിന് ഉത്തരം പറയാനുള്ള കഴിവ്. ഞാൻ അദ്ദേഹത്തിനോട് പറയാറുണ്ട്, മുസ്ലിം നിങ്ങൾ വക്കീൽ ഭാഗം പഠിച്ചു വെച്ചാൽ ഇവിടെ വക്കീൽമാർക്ക് പടിയില്ലാതെയാവുന്നത്. അത്രത്തോളം കഴിവുണ്ടായിരുന്നു അർത്ഥം. ഒരു കാര്യം വന്നാൽ പഠിച്ച് നടത്തി മനസ്സിലാക്കി മറ്റുള്ളവനെയും മനസ്സിലാക്കി കൊടുത്ത് അത് കാട്ടിക്കൂട്ടലല്ല, അത് ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്. ആ നിലയ്ക്കാണ് ഞാനത് പറഞ്ഞത്. വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി ബിദഅത്തിനെതിരെ ഹസൻ മുസ്ലിയാർ നടത്തിയ പടയോട്ടത്തിലെ വ്യതിരിക്ത ഭാവത്തെക്കുറിച്ച് പറയുന്നു. ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സുന്നത്ത് ജമാഅത്തിന്റെ ക്ഷീണം വരുമെന്ന് അറിഞ്ഞാൽ 2 ഡോസിൽ കൂടുതൽ മൂപ്പർക്ക് കാണത്തില്ല. ചിലപ്പോൾ അപ്പം തന്നെ ഒന്ന് കല്ല് ചൊരിച്ചു പിഴിഞ്ഞ് ആ നനഞ്ഞ് പിടിച്ചു മുറുക്കി വേത്തിട്ടുണ്ട് നേരെ അങ്ങ് പോവുക. ആരും കൊണ്ടുപോകണ്ട. ഹസൻ മുസ്ലിയാരെ ചെന്ന് അക്കാര്യം സുന്നത്ത് ജമാഅത്തിനെ പറ്റിയുള്ള പ്രചാരണങ്ങൾ നടത്തുക, ഇത് ആണ് മൂപ്പരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി. അപ്പൊ സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം വരുമെന്ന് കണ്ടാൽ ആരും ക്ഷണിക്കണ്ട, മൂപ്പരങ്ങ് ചെല്ലും. ചെല്ലുമ്പോൾ ഇതൊക്കെയാ, ബസ്സിലാണ് പോവുക. അധികവും 2 ബസ്സിലാണ് അപ്പോഴപ്പോൾ കഴിയിട്ടുകൊണ്ട് പോവുക. ഇസ്തിരിയിടുന്ന പരിപാടിയൊന്നുമില്ല. ഖണ്ഡന പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഹസൻ മുസ്ലിയാരുടെ ബിദഅത്ത് വിരുദ്ധ പോരാട്ടം. വാദപ്രതിവാദ വേദികളിലും കോടതികളിലും ശൈഖുനായുടെ സാന്നിധ്യം ധീരവും ശ്രദ്ധേയവുമായിരുന്നു. വാദപ്രതിവാദ മുഖത്തെ ഹസൻ മുസ്ലിയാരെ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വന്തം അനുഭവങ്ങളിൽ ഓർമ്മിക്കുന്നു. ആദ്യമായി വാദപ്രതിവാദ രംഗത്ത് ഹസൻ മുസ്ലിയാരെ ഞാൻ കണ്ടത് ഞാൻ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന കാലം 1964 മുതൽ ഞാൻ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനടുത്ത പ്രദേശമായ കപ്പുറം ശിവപുരത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ കുട്ടികൾ ചോദ്യം കൊടുത്തപ്പോൾ ഞങ്ങളുടെ പ്രസംഗത്തെ ഗണ്ണിക്കാൻ പണ്ഡിതന്മാരുണ്ടെങ്കിൽ വരട്ടെ, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അതിനെ തുടർന്ന് മർഹൂം EK ഹസൻ മുസ്ലിയാർ ദർസ് നടത്തിയിരുന്ന ഇയ്യാട് ജമാഅത്ത് പള്ളിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഞാൻ നാളെ തന്നെ വരാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എഴുത്തുകൊടുത്തു. പിറ്റേ ദിവസം കപ്പുറത്ത് വെച്ച് ഗണ്ണന പ്രസംഗം. ആദ്യത്തെ 1.5 മണിക്കൂർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അവരുടെ അന്നത്തെ വലിയ നേതാവായിരുന്ന KCയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഭാഗത്ത് മർഹൂം EK ഹസൻ മുസ്ലിയാരുമായിരുന്നു സംസാരിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ സഹായത്താൽ അവർ നിശ്ചയിച്ച ദിവസത്തേക്കാൾ നേരത്തെ പ്രസംഗം അവസാനിച്ചു പോവുകയും സുന്നത്ത് ജമാഅത്തിന് വലിയ വിജയം കൈവരിക്കുകയുമാണ് അവിടെ ഉണ്ടായത്. അന്നു മുതലാണ് ഞാൻ ഹസൻ മുസ്ലിയാരെ കൂടുതൽ അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്. വിദേഹത്തുകാരുടെ വാദം ഖണ്ഡിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വലുതായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തുന്ന മിക്ക വാദപ്രതിവാദങ്ങളിലും ഞാൻ സംബന്ധിക്കുകയും എൻ്റെ സ്വന്തം നിലയിൽ വാദപ്രതിവാദം നടത്താനും പ്രസംഗിക്കാനും കഴിവ് എത്തുന്നതിന് മുമ്പും
അദ്ദേഹത്തിൻ്റെ കൂടെ പല സ്ഥലത്തും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വാഴക്കാട് വാദപ്രതിവാദത്തിൻ്റെ വിഷയം നിർണയിക്കുന്ന ഒരു പരിപാടി. അന്ന് മർഹൂം EKSM മുസ്ലിയാർ ആക്കോട് ജുമാഅത്ത് പള്ളിയിലാണ് ദർസ് നടത്തുന്നത്. വാദപ്രതിവാദത്തിന് പോകുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ ഞാൻ ആക്കോട് ജുമാഅത്ത് പള്ളിയിലെത്തി. അദ്ദേഹവുമായി പലതും സംസാരിച്ചു. കിതാബുകൾ ഏതായാലും നോക്കി വെക്കുന്നതിൽ ഞാനും സഹായിച്ചു. പൊതുവേ ഹസൻ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ അത്ര കൂടുതൽ കിതാബുകൾ എടുത്തു വെക്കലൊന്നുമില്ല. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ വിദേഹത്തുകാരങ്ങനെയാണല്ലോ, ഞങ്ങൾ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്നവരാണെന്നല്ലേ പറയാറുള്ളത്. അതുകൊണ്ട് അവരെ മുമ്പിൽ കിതാബൊന്നും വായിക്കണ്ട, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വായിച്ചാൽ മതി എന്ന നിലക്ക് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. ഏതാനും ചില കിതാബുകളൊക്കെ മറിച്ച് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആക്കോട്ട് അന്നുണ്ടായിരുന്ന ഒരു അധികാരിയുണ്ട്, അദ്ദേഹമാണ് മധ്യസ്ഥനായി നിൽക്കുന്നത്. അദ്ദേഹവും വാഴക്കാട്ടേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ ഹസൻ മുസ്ലിയാരോട് ചോദിച്ചു, ഈ വാദപ്രതിവാദം വളരെ ഗൗരവമാണല്ലോ, എന്താണ് ചോദിക്കുന്നതെന്ന് മുമ്പ് കൂട്ടി നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വല്ല പരാജയവും സംഭവിച്ചാലോ എന്ന് ഞാൻ അന്ന് ചോദിച്ചു. അന്ന് എനിക്ക് പരിചയം കുറഞ്ഞ കാലമാണ്. അപ്പോൾ അന്ന് ഹസൻ മുസ്ലിയാർ മറുപടി പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഉസൂലും നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇനി നാം പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളതാവണം. മനസ്സിലൊന്നും